ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ആണ്. അപ്പോൾ അത് ഏതൊക്കെയാണ് വരുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, നമുക്കപ്പോൾ നോക്കാം ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. എന്താണ് ആക്റ്റീവ് വോയിസ്, എന്താണ് പാസീവ് വോയിസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ആക്റ്റീവ് വോയിസ് എന്താണെന്നും പാസീവ് വോയിസ് എന്താണെന്നും. ആദ്യത്തെ നമ്മൾ നോക്കാൻ പോകുന്നത് ആക്റ്റീവ് വോയിസ് ആണ്. When a subject of a verb is the door of the action, the verb is said to be inactive voice. ഇതെന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ഒരു സബ്ജക്റ്റ്, അതായത് when a subject of a verb, വെർബിനകത്ത് വരുന്നതാണ് സബ്ജക്റ്റ് വന്നിട്ട് ഒരു ആക്ഷൻ ആണ്. ഓക്കെ, അത് സബ്ജക്റ്റ് വെർബ് ഈസ് എ ആക്ഷൻ, വെർബിന്റെ ആക്ഷൻ ആണ്. അപ്പോ when a subject of a verb, വെർബിനകത്ത് വരുന്ന ഒരു സബ്ജക്റ്റ് and is the door of the action, അത് ഒരു ആക്ഷൻ ആയിട്ടാണ് പറയുന്നത്. the verb is said to be inactive voice. ആ വെർബിനെയാണ് നമ്മൾ ഇൻആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. ഓക്കെ, അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ ആക്ഷൻ എടുക്കുന്നത്, അതായത് കാര്യം നടക്കുന്നതിനും ഇപ്പൊ ആക്റ്റീവ് വോയിസ് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ആക്ഷൻ എടുക്കും, നമ്മളൊരു കാര്യം തന്നെ ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യുന്നതിനാണ് നമ്മൾ ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഷീ റൈറ്റ് എ സ്റ്റോറി, അവളൊരു കഥ എഴുതുമായിരുന്നു. അപ്പൊ ഹിയർ ദി സബ്ജക്ട് ഈസ് ജസ്റ്റ് ദി ആക്ഷൻ. ഇവിടെ സബ്ജക്ട് എന്ന് പറയുന്നതാണ് നമുക്ക് ആക്ഷൻ ഓഫ് ദി ആക്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത് സബ്ജക്ട്. പിന്നെ നമുക്ക് നോക്കാം രണ്ടാമത്തെ പാസീവ് വോയിസ്. വെൻ ദി സബ്ജക്ട് ഓഫ് എ വെർബ് ഈസ് ദി റിസീവർ സഫേഴ്സ് ഓഫ് ദി ആക്ഷൻ. വന്നിട്ട് റിസീവർ നമുക്ക് ഇങ്ങോട്ട് വരുന്നതാണ്, മറ്റേ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതാണ്, ഗിവിംഗ് ആണ് ആക്റ്റീവ് വോയിസിൽ വരുന്നത്. പാസീവ് വോയിസിൽ റിസീവർ ആണ്, നമ്മൾ റിസീവ് ചെയ്യുന്നതാണ് സഫർ ഓഫ് ദി ആക്ഷൻ. ദ വെർബ് ഈസ് സെഡ് ടു ബി ദി പാസീവ്, ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഈ ആക്റ്റീവ് വോയിസിൽ. അപ്പൊ അത് പാസീവ് വോയിസിൽ അപ്പൊ അത് നമ്മൾ റിസീവ് ചെയ്യാണ്. ആക്റ്റീവ് വോയിസിന് വെച്ചാൽ നമ്മൾ ഗിവർ, നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്, ഇത് നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയാണ്. അതാണ് അതിന്റെ ഡിഫറൻസ് വരുന്നത്. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ ഹർ. നോക്കാം, ആ എഴുത്ത് അവളാണ് എഴുതിയത് എന്ന് നമ്മൾ പറയും. ഓക്കെ, നമ്മളിപ്പോ അതിന്റെ ലെറ്റർ അങ്ങനെ പറയും നമ്മൾ. ആ ലെറ്റർ ഈസ് റിട്ടൺ ബൈ ഹർ, അവൾ ആ എഴുതി എന്ന് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത് പോലെയാണ് പറയുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ പാസീവ് വോയിസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് റിസീവർ ആണ്, നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതാണ്, ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ പറയത്തുള്ളത്. ഓക്കെ, മറ്റേത് ഡയറക്റ്റ് ആയിട്ട് വരുന്നതും ആണ് നമ്മൾ ആക്റ്റീവ് വോയിസ് പറയുന്നത്. ഓക്കെ, അത് ഗിവർ ആണ്. പിന്നെ റൂൾസ് നോക്കാം, അതിന്റെ റൂൾസ് എന്താ വരുന്നതെന്ന്. the object of the verb in the active voice become the subject of the verb. അതായത് ഇതിന്റെ റൂൾ വന്നിട്ട് ഓബ്ജക്റ്റ് ഓഫ് ദി വെർബ്, വെർബിന്റെ ഒരു ഓബ്ജക്റ്റ് വന്നിട്ട് ആക്റ്റീവ് വോയിസിൽ വരുമ്പോഴത്തേക്കും അതൊരു സബ്ജക്റ്റ് ആയിട്ട് മാറുന്നു ഇൻ ദി പാസീവ് വോയിസ്. അപ്പൊ ആക്റ്റീവ് വോയിസിൽ അതൊരു ഓബ്ജക്റ്റ് ആണ്, ഓബ്ജക്റ്റ് ഓഫ് ദി വെർബ്. ഓക്കെ, ആക്റ്റീവ് വോയിസിൽ വരുമ്പോഴത്തേക്കും അതൊരു ഓബ്ജക്റ്റ് ഓഫ് ദി വെർബ് ആണ്. പിന്നെ അത് ബിക്കംസ്, അത് വരുന്നത് സബ്ജക്റ്റ് ഓഫ് ദി വെർബ് ഇൻ ദി ആക്റ്റീവ് വോയിസിൽ വരുമ്പോഴത്തേക്കും അത് സബ്ജക്റ്റ് ഓഫ് ദി വെർബ് ആണ്. പാസീവ് വോയിസിൽ വരുന്നത് ഓബ്ജക്റ്റ് വരുന്നത് ആക്റ്റീവ് വോയിസിലാണ്. ഓബ്ജക്റ്റ് ഓഫ് ദി വെർബ് ആക്റ്റീവ് വോയിസും പിന്നെ സബ്ജക്റ്റ് ഓഫ് ദി വെർബും പാസീവ് വോയിസും ആണ് വരുന്നത്. അത് ഒന്നാമത്തെ റൂളാണ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ the subject of the verb in the active voice become an object governed by the proportions by. എന്ന് വെച്ചാല് ഇതിന്റെ ഒരു സബ്ജക്ട് ഓഫ് ദി വെർബ്, അതായത് വെർബിന്റെ ഒരു സബ്ജക്ട് വന്നിട്ട് അതാണ് ആക്റ്റീവ് വോയിസ് വരുന്നത്. ബിക്കംസ് ആൻ ഓബ്ജക്ട്, അത് വന്നിട്ട് ഓബ്ജക്റ്റ് ആവുന്നത്. ഓക്കെ, ഇവിടെ വന്നിട്ട് ഓബ്ജക്ട് ഗവർണഡ് ബൈ ദി പ്രൊപ്പോർഷൻസ് ബൈ ഒക്കെ വെച്ചിട്ട് വരുന്നതാണ് ഇൻ ദി പാസീവ് വോയിസിലാണ് വരുന്നത്. ഓക്കെ, ബൈ വെച്ചിട്ട് നമുക്കത് പാസീവ് വോയിസിലാണ് വരുന്നത്. ഓക്കെ, അപ്പം ബൈ ഇൻ ദി പാസീവ് വോയിസ് ഗവർണഡ് ബൈ ദി പൊസിഷൻ ബൈ ദി പാസീവ് വോയിസ്. അതായത് സബ്ജക്ട് ഓഫ് ദി വെർബ്, ഒരു സബ്ജക്റ്റിന്റെ വെർബ് ഇൻ ദി ആക്റ്റീവ് വോയിസിൽ വരുമ്പോഴത്തേക്കും അത് ആൻ ഓബ്ജക്ട് ഗവർണഡ് ബൈ ദി പ്രൊപ്പോസിഷൻ ബൈ ഇൻ ദി പാസീവ് വോയിസ്. പാസീവ് വോയിസിൽ വരുമ്പോഴത്തേക്കും അതിന്റെ ഗവർണഡ് ബൈ ദി പ്രൊപ്പോസിഷൻ ആയിട്ടാണ് വരുന്നത്. പ്രൊപ്പോസിഷൻ ബൈ ഇൻ ദി പാസീവ്, ബൈ നമ്മൾ എന്തെങ്കിലും കാര്യം ഇടുമ്പോഴത്തേക്കും ബൈയും കൂടി ചേർത്താണ് വരുന്നത്. സോ അപ്പൊ അതാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് മൂന്നാമത്തെ റൂൾ നോക്കാം. ദി പാസ്റ്റ് പാർട്ടിസിപ്പൽ ഓഫ് ദി വെർബ് ഇൻ ദി ആക്റ്റീവ് വോയിസ്. അതായത് ആക്റ്റീവ് വോയിസിൽ വരുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പൽ, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പൽ ആണ് വരുന്നത്.
അത് വന്നിട്ട് വോയിസ് ഈസ് യൂസ്ഡ് ഇൻ ദി പാസീവ് വോയിസിൽ അതാണ് യൂസ് ചെയ്യുന്നത്. ആക്റ്റീവ് വോയിസ് ഈസ് യൂസ്ഡ് ഇൻ ദി പാസീവ് വോയിസ്. അതായത് പാസ്റ്റ് പാർട്ടിസിപ്പൽ ഓഫ് ദി വെർബ് ഇൻ ദി ആക്റ്റീവ് വോയിസിൽ വരുന്ന പാസ്റ്റ് പാർട്ടിസിപ്പൽ വന്നിട്ട് വോയിസ് ഈസ് യൂസ്ഡ് ഇൻ ദി യൂസ്ഡ് ഇൻ ദി പാസീവ് വോയിസ്. അതായത് ഓക്കെ എന്ന് വെച്ചാൽ പാസ്റ്റ് പാർട്ടിസിപ്പൽ വരുമ്പോഴത്തേക്കും ഓഫ് ദി വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പൽ ഇൻ ദി ആക്റ്റീവ് വോയിസിലാണ് വരുന്നത്. പാസ്റ്റ് പാർട്ടിസിപ്പൽ ആക്റ്റീവ് വോയിസിൽ വരുന്നത് അത് യൂസ് ചെയ്യുന്നത് ഇൻ ദി പാസീവ് വോയിസ് വിത്ത് പാർട്ട് ഓഫ് ദി വെർബ്. അതിന്റെ ഒരു പാർട്ട് മാത്രമാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത് പാസീവ് വോയിസിൽ വരുമ്പോഴത്തേക്കും. ടു ബി ബട്ട് ഇൻ ദി ചേഞ്ചസ് ടെൻസ് റിമൈൻസ് ദി സെയിം. ഇപ്പൊ വന്നിട്ട് ടെൻസ് ഒക്കെ സെയിം ആയിട്ടാണ് വരുന്നത്, അതിന്റെ കൂടെ നമ്മൾ ബൈയും കൂടി ആഡ് ചെയ്യും. ഓക്കെ, അത് അത്രയേ ഉള്ളൂ വ്യത്യാസം. അതൊക്കെ അതിന്റെ എക്സാമ്പിൾ നോക്കാം. ദേ കിൽഡ് ഹിം, അത് ആക്റ്റീവ് വോയിസാ വരുന്നത്. ദേ കിൽഡ് ഹിം എന്ന് പറഞ്ഞിട്ട് ആക്റ്റീവ് വോയിസിൽ വരുന്നത് അവനെ കൊന്നു എന്നാണ് വരുന്നത്. അവനെ കൊന്നു. ഹി വാസ് കിൽഡ് ബൈ ദം, അവനെ കൊന്നു. അപ്പൊ അവിടെ ബൈയും കൂടി വരുന്നുണ്ട്, അപ്പോഴാണ് നമുക്കത് പാസീവ് വോയിസ് ആവുന്നത്. ബൈ ഇല്ലെങ്കിൽ ആക്റ്റീവ് വോയിസ്. അപ്പൊ ഇതിന്റെ സെന്റൻസും കൂടി മാറും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പക്ഷെ ടെൻസ് തന്നെയാണ്, പക്ഷെ അതിൽ ബൈയും കൂടി ചേർക്കുമ്പോഴാണ് നമുക്ക് പാസീവ് വോയിസ് വരുന്നത്. ഓക്കെ, ഹി വാസ് കിൽഡ് ബൈ ദം, അവനിൽ നിന്നും കൊല്ലപ്പെട്ടു എന്നാണ് വരുന്നത്. പിന്നെ ഐ ഗേവ് എ ബുക്ക് ടു ഹിം, ഞാൻ അവനൊരു പുസ്തകം കൊടുത്തു, അത് ആക്റ്റീവ് വോയിസ് ആ വരുന്നത്. എ ബുക്ക് വാസ് ഗിവൻ ടു ഹിം ബൈ മീ, ആ ബുക്ക് അവന് കൊടുത്തത് ഞാനാണ്. അപ്പൊ അത് വരുമ്പോ പാസീവ് വോയിസ് വരുന്നത്, ബൈയും കൂടി വരും. ഓക്കെ, ദേ ഹേറ്റ് ഹർ, അവൾക്ക് അവർക്ക് അവളെ ഇഷ്ടമല്ല, അത് ആക്റ്റീവ് വോയിസ്. ഷീ ഈസ് ഹേറ്റഡ് ബൈ ദം, അവർക്ക് അവരെ ഇഷ്ടമല്ല. ഓക്കെ, നമ്മളത് ഇതാക്കിയിട്ട് പറയുന്നതാണ് ആക്റ്റീവ് വോയിസ്. പിന്നെ ഐ സീ ഹർ എവറി ഡേ, ഞാൻ എല്ലാ ദിവസവും അവളെ കാണും. ഷീ സീൻ ബൈ മീ എവറി ഡേ, അവൾ എന്നെ എല്ലാ ദിവസവും കാണുന്നുണ്ട്. അപ്പൊ അതങ്ങനെയാവുന്നു, ബൈയും കൂടി ചേർക്കും. ഇത് ആക്റ്റീവ് വോയിസ്, ഇത് പാസീവ് വോയിസ്. ഓക്കെ, പിന്നെ ഹീ ക്യാൻ ഹെൽപ്പ് അസ്, അവൾക്ക് നമ്മളെ സഹായിക്കാൻ പറ്റും. വി ക്യാൻ ബി ഹെൽപ്പ് ബൈ ഹിം, എനിക്ക് അവരെ സഹായിക്കാൻ പറ്റും എന്നാണ്. അപ്പൊ അത് പാസീവ് വോയിസ് വരും. പിന്നെ ആറാമത്തെ ഹി ഹാസ് കോട്ട് ദി ബോൾ, അവന് ബോൾ പിടിച്ചു. ദി ബോൾ ഹാസ് ബീൻ കോട്ട് ബൈ ഹിം, ബോൾ അവനെ പിടിച്ചു എന്ന രീതിയിലാണ് വരുന്നത്. അപ്പൊ അത് ബൈയും കൂടി ചേർക്കുമ്പോഴാണ് നമുക്ക് പാസീവ് വോയിസ് വരുന്നത്. പിന്നെ ഐ ഷാൽ ഹാവ് കിൽഡ് യു, ഞാൻ അവനെ കൊന്നു. ഷാൽ കൊന്നേക്കാം, ഷാൽ വരുന്നുണ്ട്, അപ്പൊ അത് ഫ്യൂച്ചറിലാണ് വരുന്നത്. യു വിൽ ഹാവ് ബീൻ കിൽഡ് ബൈ ഹിം മീ, അവൻ എന്നെ നിന്നും മരിക്കപ്പെടും, അങ്ങനെ വരുന്നത്. അപ്പൊ അത് ഇങ്ങനെയാ വരുന്നത്. ഓക്കെ, അത് പാസീവ് വോയിസ്, ബൈയും കൂടി ചേരും. പിന്നെ സെന്റൻസ് കുറച്ച് അങ്ങോട്ട് മാറും, അത്രേ ഉള്ളൂ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിസീവർ ആവും, മറ്റേത് ഗിവറും ആവും, ഇത് റിസീവറും ആവും. ഓക്കെ, അപ്പൊ അതാണ് സെന്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പിന്നെ ഷീ വാഷ് ഹർ ക്ലോത്ത്, അത് ആക്റ്റീവ് വോയിസ് ലെവൻ, അവളുടെ തുണി കഴുകി. ഹർ ക്ലോത്ത് ആർ വാഷ് ബൈ ഹർ. ഓക്കെ, നമുക്കപ്പൊ നോക്കാം. ഇനി നോക്കാൻ പോകുന്നത് ടെൻസ്, ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ആണ്. ഓക്കെ, അപ്പൊ ആദ്യം സിമ്പിൾ പ്രസന്റ്, അതിൽ ആക്റ്റീവ് വോയിസിൽ വരുന്നത് ഐ ലൈക്ക് യു, യു ആർ ലൈക്ക് ബൈ മീ. ഐ ലൈക്ക് യു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പിന്നെ നീ എന്നെ നിന്നും ഇഷ്ടപ്പെടുന്നു എന്നാണ് അത്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഐ ലൈക്ക് യു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. യു വേർ ലൈക്ക് മീ, നീ എന്നെ നിന്നും ഇഷ്ടപ്പെടുന്നു എന്നാണ് വരുന്നത്. സിമ്പിൾ ഫ്യൂച്ചർ വരുമ്പോഴത്തേക്കും ഐ ഷാൽ ലൈക്ക് യു, ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടേക്കാം. യു വിൽ ബി ലൈക്ഡ് ബൈ മീ, നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടേക്കാം. പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ്, ഐ ആം ലൈക്കിംഗ് യു, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. യു ആർ ബീങ് ലൈക്ഡ് ബൈ മീ, നീ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു അങ്ങനെ. യു ആർ ബീങ് ലൈക്ക് മീ. പാസ്റ്റ് കണ്ടിന്യൂസ്, ഐ വാസ് ലൈക്കിംഗ് യു, ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടു. യു വേർ ബീൻ ലൈക്ഡ് ബൈ മീ, നിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു. ഫ്യൂച്ചർ ടെൻസ് വരുമ്പോൾ നോക്കാം. ഐ ഷാൽ ബി ലൈക്കിംഗ് യു, ഞാൻ ചിലപ്പോൾ നിന്നെ ഇഷ്ടപ്പെട്ടേക്കാം. ഇവിടെ നോ പാസീവ് വോയിസ്, ഇതിനകത്ത് പാസീവ് വോയിസ് വരുന്നില്ല. പിന്നെ പ്രസന്റ് പെർഫെക്റ്റില് ഐ ഹാവ് ലൈക്ഡ് യു, ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടേക്കാം. യു ഹാവ് ബീൻ ലൈക്ഡ് യു, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. നിനക്ക് ഹാവ് ബീൻ ലൈക്ഡ് യു, നിനക്ക് ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. ഫ്യൂച്ചർ ടെൻസ്. പിന്നെ അപ്പൊ ഇതാണ് വരുന്നത്. ഓക്കെ,
ഇതില്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ ഈ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ചെറിയ സംശയമോ ക്ലാരിഫിക്കേഷനോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ ഉടൻ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയകളൊന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. സോ നിങ്ങൾ എൻ്റെ രണ്ടാമത്തെ ചാനലായ കൊമേഴ്സ് മാസ്റ്റർ 2024 എന്ന ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ അക്കൗണ്ടൻസിയുടെ ക്ലാസ് ആണ് ഇടുന്നത്. സോ അതിൽ വന്നിട്ട് ഫസ്റ്റ് ഇയർ അക്കൗണ്ടൻസിയും സെക്കൻഡ് ഇയർ അക്കൗണ്ടൻസിയും അക്കൗണ്ടൻസി ടിപ്സും ആണ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. സോ ആർക്കെങ്കിലും അക്കൗണ്ടൻസി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. സോ അപ്പോൾ അതുപോലെ തന്നെ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലെങ്കിൽ അക്കൗണ്ടൻസി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. സോ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എന്നെ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അപ്പം പറയുന്നതായിരിക്കും. പിന്നെ ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. സോ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ. സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാവും. അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സി യു.